ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഷ്ണി കുഞ്ഞുമോൻ, അതായത് നാരദ മുനി, ഒരു വാളിച്ച ചിരിയും ചിരിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ബിഗ് ബോസ് ഹൗസിൽ 80 ദിവസവും പിന്നിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന നാരദ മുനി നെവിൻ തകർത്ത് വാരി കേട്ടോ. നെവിൻ ഇന്ന് പൊളിച്ചടുക്കി കൊടുത്തു. സാബുമാൻ എന്ന് പറയുന്ന ഈ ഡബിൾ ഫേസ്ഡ് ഏഷ്ണി കുഞ്ഞുമോനെ ശരിക്കും തകർത്ത് വാരി. എന്നുവെച്ചാ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഫേക്ക് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നത്? പല സ്ഥലത്ത് പോയിരുന്ന് പല ഏഷ്ണികളും സാബുമാൻ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് ഒരു വളിച്ച ചിരിയും ചിരിച്ച് ലാലേട്ടാ എന്താണ് ലാലേട്ടാ അത് അനുമോൾ അഭിനയിച്ചും കാണിക്കുന്നുണ്ട് കേട്ടോ. പട്ടാ ഗേൾസ് പിന്നെ നെവിനും കൂടി ഇരുന്നിട്ട് അങ്ങ് പൊളിച്ചടുക്കുകയായിരുന്നു. ആ ഒരു ബീം ബാഗിന്റെ ഏരിയയിൽ ഇരുന്ന് സാബുമാൻ എന്ന് പറയുന്ന ഈ ഏഷ്ണി പിടിച്ചവനെ പൊളിച്ചടുക്കി വിടുന്നുണ്ട്. തകർത്തു കേട്ടോ. 3 പേരും 4 പേരും അടിപൊളിയായിരുന്നു. ശരിക്കും നെവിൻ പറയുന്നുണ്ട്, സാബുമാൻ നോമിനേഷന്റെ സമയത്തോ പിന്നെ എപ്പോഴും ഇവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ സമയത്തും പറയുന്നുണ്ട്, ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ച നോമിനേഷന്റെ സമയത്താണെന്ന് തോന്നുന്നു, ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, ആ ഗ്രൂപ്പിനെ തകർക്കണം. അങ്ങനെ സാബുമാൻ പറഞ്ഞതായിട്ട് നെവിൻ പറയുന്നുണ്ട്. അത് സാബു നിഷേധിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ സാബു പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. അത് നെവിൻ വളരെ കൃത്യമായിട്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നിനക്ക് എന്നെ വിശ്വസിക്കാം, തലയെ തൊട്ട് സത്യം ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്. നെവിൻ ഈ ഒരു കാര്യത്തിൽ കറക്റ്റ് കുറിക്കൊള്ളുന്ന രീതിയിലാണ് സംസാരിച്ചത് കേട്ടോ. സാബുമാനെ പൊളിച്ചെടുക്കാൻ നെവിനെ കൊണ്ടേ പറ്റുള്ളൂ. നെവിൻ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാബു അവിടെ ഇരുന്ന് വേർക്കുന്ന ഞാൻ ലൈവിൽ കണ്ടതാണ്. ഈ രീതിയിൽ അൺഫിൽട്ടേർഡ് ആയിട്ട് നെവിൻ നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയും അൺഫിൽട്ടേർഡ് ആയിട്ടാണ് നെവിൻ നിൽക്കുന്നത്. നെവിന്റെ മോശം വശങ്ങളും നല്ല വശങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എന്റർടൈനർ സൈഡ് ആയിക്കോട്ടെ, എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ആയിക്കോട്ടെ, എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഓപ്പൺ ടു പബ്ലിക് ആണ്. അല്ലാതെ സാബുവിനെ പോലെ ഈ ഏഷ്ണി പറച്ചില് മാത്രമല്ല നെവിന്റെ ഭാഗത്തുനിന്നും പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നെവിന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നെവിൻ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ട് നെവിൻ നല്ല വൃത്തിക്ക് തന്നെ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. ഈ സാബുമാൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ ഒരു ഗെയിം എന്തായിരുന്നു എന്നുള്ളത് പറയാം. അനീഷിനെ നാക്കെടുത്ത് ദുഷിക്കുക, കുറ്റം പറയുക, മോശപ്പെട്ട കാര്യങ്ങൾ അനീഷിനെ പറ്റി സംസാരിക്കുക, പലരുടെ കൂടി ഇരുന്ന് കേട്ടോ. ആദിലാനൂറിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, അക്ബറിന്റെ നെവിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, പലരുടെ അടുത്ത്, ഷാനവാസിന്റെ അടുത്ത് വരെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മുഖത്ത് നോക്കി അനീഷിനൊപ്പം ഫൈറ്റ് ചെയ്യുക, അനീഷിനെതിരായിട്ട് നിന്ന് നല്ല വൃത്തിക്ക് ഗെയിം കളിക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ഏഷ്ണി പറയാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ഇരുന്ന് ഏഷ്ണി പറയാനും ദുഷിക്കാനും അല്ലാതെ ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു വളിച്ച ചിരി ചിരിച്ചിട്ട് എന്താണ് ലാലേട്ടാ അത് അനുമോള് നല്ല വൃത്തിക്ക് കൃത്യമായിട്ട് തന്നെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അനുമോളും നൂറ് എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഈ ആഴ്ച ഇവനെ ജയിലിലേക്ക് വിടാം, കൂടെ നെവിനെയും വിടാന്ന് പറഞ്ഞിട്ട് അവര് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പള്ളിയിലച്ഛൻ എന്നുള്ളതിന്റെ പേര് മാറ്റിയിട്ട് നിന്നെ നാരദ മുനി എന്നാക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. നാരദ മുനി എന്ന് നിന്റെ പേരാക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ഈ ഒരു സംഭവം കേട്ടോ. ഇത് പൊളിച്ചടിക്കുക. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.